ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം കണ്ടപ്പോഴത്തേന് പൊന്നാടെ സൗണ്ട് അടിയിൽ കണ്ടോ? അങ്ങനെ നാടോടികളെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എന്താന്ന് എല്ലാവർക്കും കാര്യം പിടികിട്ടി കാണുമല്ലോ. നല്ല വെള്ളപ്പൊക്കമായിരുന്നു. നോക്കിക്ക്, കുപ്പിയും കമ്പോളും ഒക്കെ വന്ന് ഇവിടെ വരെ അടിഞ്ഞേക്കുന്നതെന്ന്. ഇപ്പം തോട്ടിലൊന്നും പോകാറില്ലേ ചേച്ചി, വീഡിയോ ഒക്കെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എപ്പോഴും മോസ്കോയിലെ വീഡിയോ ഇട്ട് എങ്ങനെയാ വെറുപ്പിക്കുന്നതെന്ന് ഓർത്ത് അപ്പോൾ ദാ തോട്ടിലെ വീഡിയോ. ഈ ചെറുതിനെയും കൊണ്ട് ഒരു രക്ഷയില്ലാത്ത, ഇപ്പം തോട്ടിൽ ചെന്നാൽ കയറി വരത്തേ ഇല്ലാത്ത ആളിതാ. വലുതിനോടൊക്കെ പറയും ഇനിയും കൊണ്ടുവരത്തില്ല, നേരത്തെ കയറി വന്നില്ല, പറഞ്ഞാൽ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെ കയറ്റും. പക്ഷെ ഈ ചെറുതിനെ ഇപ്പോൾ ഒരു രക്ഷയില്ല, കരഞ്ഞു നേടുന്നുണ്ട്. വെച്ചങ്ങനെ വാങ്ങിയ ചൂട് ചാക്കരിച്ചോറും ഡൂബിക്ക അച്ചാറും ചമ്മന്തി ഉണക്കമീനും ഒക്കെ ആയിരുന്നു. ഞാൻ ഒരുത്തിയോട് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും കറി എളുപ്പമുള്ള എന്തെങ്കിലും വെച്ചേക്കണം, കാരണം എന്നാന്ന് വെച്ചാൽ കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പമുള്ള കറി എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തി എളുപ്പമുള്ള കറി എന്താ വെച്ചതെന്നറിയോ? കൂർക്ക ഇരുന്ന് ചിരണ്ടി, എന്നിട്ട് ആരും സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ടായിരുന്നു. അവളോട് വന്നത് വലിയ ചോദ്യമൊക്കെ ചോദിച്ചു, നീ എന്തിനാടി കുഞ്ഞിനെ വെച്ചോണ്ട് കൂർക്കയൊക്കെ വെക്കാൻ പോയെന്ന്. എന്നിട്ട് ആദ്യം പറക്കി തിന്ന ആരാന്ന് നോക്കി, എൻ്റെ പ്രിയപ്പെട്ട കറിയാ. അങ്ങനെ ആദ്യം കണ്ണൻ ഗണപതിക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതോടെ ഞാൻ കൊണ്ടുവന്നായിരുന്നേ, പക്ഷെ കണ്ണൻ ഇഷ്ടമില്ല, കണ്ണൻ കൂട്ടത്തില്ല ഉണക്കമീനെ. അങ്ങനെ ദീപ അതാണ്ട് ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതുമെല്ലാം പറക്കി കിട്ടി വന്നപ്പോൾ ലാസ്റ്റ് തോട്ടി വന്നപ്പോൾ ഇഷ്ടം പോലെ കറിയായി. കറി എന്നാ വെക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ലാസ്റ്റ് ഇഷ്ടം പോലെ കറിയായി.
നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, എന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് ഇങ്ങ് പോന്നാൽ പോരായിരുന്നോ എന്ന്. ഈ പിള്ളേർക്ക് തോട്ടി വന്ന് ചാടാനുള്ള ഇഷ്ടം പോലെ തന്നെയാണ് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കെന്നല്ല, ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ വീട്ടിലായിരുന്ന സമയത്ത്, അതായത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അയൽപക്കത്തെ വീട്ടിലെ പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ വഴി വന്നിരുന്നിട്ട് എല്ലാവരും കൂടെ ഒരേ സമയത്ത് ചോറിനാനിരിക്കും. എന്നിട്ട് ഞങ്ങളെല്ലാം നേർന്ന് സ്റ്റെപ്പേ വഴിയൊക്കെ ഇരുന്നിട്ട് അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ആ ഒരു ശീലമാണോ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട്. ശനിയും ഞായറും ഒക്കെ അവിടെ ഒരു തോട്ടമുണ്ട്. തോട്ടത്തിൽ പോയിട്ട് ഇതുപോലെ കട്ടൻ കാപ്പിയും കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട്, ചക്കപ്പഴമുള്ള സമയത്താണെങ്കിൽ കുമ്പിളൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഈ കൊഴുക്കട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പോയിരുന്നിട്ട് ചായയും കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുവേ. എന്നിട്ട് ആടും പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ അഴിച്ചും വിടും. അവരെ എല്ലാം തിന്നും വയറ് നിറയ്ക്കും. ഞങ്ങൾ ഇപ്പറേ ഇരുന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കും. ആ സമയത്ത് കുറേ കൊതുക് വന്ന് ചോരയും കുടിച്ച് അവരും വയറ് നിറയ്ക്കും. അങ്ങനെ അവർക്ക് സന്തോഷവും ഞങ്ങൾക്ക് സന്തോഷവും. നമ്മൾ വരുമ്പോഴെല്ലാം സ്ഥിരം താഴെ പോകാറില്ല, ഒരു കുഴിയുള്ളിടത്ത് അങ്ങോട്ട് പോവുക ചെറുതുങ്ങളല്ല. കുഞ്ഞുങ്ങളെ ഇവിടെ ഇരിക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് നീന്തൽ അറിയത്തില്ലേ. ഇവളെ കുഞ്ഞി സുഖമായിട്ടൊക്കെ നീന്തൽ പഠിക്കാമെന്ന് പറയുന്നതല്ലാണ്ട് അവൾ പഠിക്കുന്നില്ല. എല്ലാവരും കഴിച്ചു പോയപ്പോഴേ കാര്യമായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഇരിക്കുവാ ഞാനുവേ. രണ്ടാമത്തെ ശ്വാസം എടുക്കുന്ന കണ്ണി രണ്ടാമത്തെ ശ്വാസം പറ്റില്ല. അവിടെ ഒറ്റ ശ്വാസം വിടാം.
താഴോട്ട് നോക്കല്ലേ, താഴോട്ട് നോക്കേ, മോളോട്ട് നോക്ക്. അയ്യോ അയ്യോ. അങ്ങനെ കുറേ നേരമായില്ലേ വെള്ളത്തിൽ കിടന്ന് ചാട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും വിശപ്പായി. അപ്പോൾ ബാക്കി വെച്ചിരുന്ന ചോറൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നില വെട്ടുന്നു. ഒരുത്തി നേരത്തെ ചമ്മന്തി പാത്രം കയ്യിലാക്കി, എന്നിട്ട് ചമ്മന്തിക്ക് അടിയാ ചോദിച്ചപ്പോൾ ഇതാ ചന്ദനം കൊടുക്കുന്ന പോലെ ഇച്ചിരി ഇട്ട് കൊടുത്തു. അലക്കി കുളിച്ച് കയറിയ ഞങ്ങളും തുണിയൊക്കെ ഉണങ്ങി. എന്നിട്ട് നോക്കിക്കേ ഇതുങ്ങൾ കയറുന്നുണ്ടോയെന്ന്. എങ്ങനെ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാന്ന് നോക്കി ആടി തൂങ്ങി കഴിക്കുക. അടക്കം ചെയ്യും. പാത്രമൊക്കെ വെച്ച് കയറാൻ പോയുള്ളത് വീണ്ടും മുങ്ങുന്നുണ്ടോ? ഈ വീഡിയോ കാണുമ്പോൾ ഒരാൾ ഓർക്കും ഞാൻ പറഞ്ഞ വീഡിയോ മാത്രം ചേച്ചി ചെയ്യുന്നില്ലല്ലോ എന്ന്. മറന്നുപോയതല്ല, ഉടനെ ആ വീഡിയോ ഇടാവേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്.